നമസ്കാരം. പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് റോഡ് കെട്ടിയടച്ച സ്വകാര്യ വ്യക്തി, മന്ത്രിയുടെ വാക്കിനും പുല്ലുവില. ഇതോടെ കാസർഗോഡ് ബന്തെടുക്കയിൽ ഭിന്നശേഷിക്കാരായ 2 പേരടങ്ങുന്ന കുടുംബം ദുരിതത്തിലായി. റോഡ് പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും നടപടിയുണ്ടായില്ല. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൊടുത്താണ് പഞ്ചായത്ത് റോഡ് സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചത്. പ്രതാപും കുടുംബവുമാണ് ദുരിതത്തിലായത്. കഴിഞ്ഞ 5 വർഷമായി വീട്ടിലേക്ക് പോകാനാകാതെ കടമുറിയുടെ വരാന്തയിലാണ് കുടുംബം താമസിക്കുന്നത്. വീട്ടിലെ പ്രസവത്തിനിടെ സ്ത്രീ മരിച്ച സംഭവം ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ സിറാജുദ്ദീനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. സിറാജുദ്ദീന് സഹായം ചെയ്തവരിലേക്കും അന്വേഷണം നടത്തുമെന്ന് SP വ്യക്തമാക്കി. തെളിവ് നശിപ്പിക്കലിനും കേസെടുക്കുമെന്ന് SP അറിയിച്ചു. ആശുപത്രിയിലായിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പറഞ്ഞത്. കൊല്ലത്ത് ഉറങ്ങിക്കിടന്ന മകനെ മദ്യലഹരിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച അച്ഛൻ, ഗുരുതര പരിക്ക്. കൊല്ലം പറവൂരിലാണ് സംഭവം നടന്നത്. കുറുമണ്ടൽ സ്വദേശി രാജേഷാണ് മകൻ അഭിലാഷിനെ മദ്യലഹരിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. ഉറങ്ങിക്കിടന്ന മകനെ പ്രതി രാജേഷ് മദ്യലഹരിയിൽ ആക്രമിക്കുകയായിരുന്നു. രാജേഷിനെ പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തതിന്റെ പിറ്റേന്ന് വയോധിക മരിച്ചു. പൊന്നാനി പുതിയുരുത്തി സ്വദേശി മാമിയാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. പാലപ്പെട്ടി SBI ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ വയോധികയെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. വീട് നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമമാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പാലപ്പെട്ടി SBIയിൽ നിന്ന് മാമിയുടെ മകനാണ് വായ്പ എടുത്തത്. ലോൺ എടുത്ത മകൻ അലിമോനെ 4 വർഷമായി വിദേശത്ത് കാണാതായി. ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 25 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. ഇപ്പോൾ ബാധ്യത 42 ലക്ഷമായി. പണം തിരികെ അടയ്ക്കാനാവാതെ വന്നതോടെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത്. കിടപ്പ് രോഗിയായ വയോധികയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത്. ഇന്ന് രാവിലെയോടെയാണ് മാമിയുടെ മരണം സ്ഥിരീകരിച്ചത്. ദുബൈ കിരീടാവകാശി ഇന്ന് ഇന്ത്യയിൽ. നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച. ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് ഇന്ത്യയിലെത്തും. 2 ദിവസത്തേക്കാണ് സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തുന്നത്. ദുബൈ കിരീടാവകാശി എന്ന നിലയിൽ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കിരീടാവകാശി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടാതെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ന് മോദി ഒരുക്കുന്ന ഉച്ചഭക്ഷണ വിരുന്നിലും ഷെയ്ഖ് ഹംദാൻ പങ്കെടുക്കും. നാളെ ഇരു രാജ്യങ്ങളുടെയും ബിസിനസ് നേതാക്കൾ പങ്കെടുക്കുന്ന ബിസിനസ് വട്ടമേശ സമ്മേളനത്തിലും ഷെയ്ഖ് ഹംദാൻ പങ്കെടുക്കും. ശേഷം മുംബൈ സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ.